ഹായ് ഗൈസ്, നമ്മൾ നോക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോൻ്റെ ടൈറ്റിൽ ഡ്രോയിങ് കക്കാഷി അണ്ടിൽ ഐ സാറ്റിസ്ഫൈഡ്. ഞാൻ എൻ്റെ എല്ലാ ഡ്രോയിങ്ങും ഇട്ട സമയത്തായിട്ട് ഫസ്റ്റ് ഡ്രോയിങ് കക്കാഷി ആയിരുന്നു. അതിൻ്റെ കോലം കണ്ടിട്ട് ഒരു കമൻ്റ് ഒന്നും ഉണ്ടായിരുന്നു, കക്കാഷി ഇത് സഹിക്കൂല. അപ്പോൾ ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നവരെ നമ്മൾ കക്കാഷീനെ വരക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുന്ന മാതിരി വീഡിയോ പോർട്രേറ്റ് രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്സിൻ്റെ രീതിയിൽ ഷൂട്ട് ചെയ്തു പോയി. സോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ബേസിക് ഷേപ്പ് വെച്ചിട്ടാണ്. ഫസ്റ്റ് സർക്കിൾ, നമുക്കിത് നോക്കി വരക്കുകയും ചെയ്യാം. കക്കാശിനെ എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സർക്കിൾ, പിന്നെ മുഖത്തൊരു പ്ലസ് ഇടുക, കാണാൻ പറ്റും അതുമാതിരി വരക്കുക. പിന്നെ നമ്മൾ കക്കാഷിൻ്റെ മാസ്ക് നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ പറ്റുന്ന രീതിയിൽ കളർ കൊണ്ടും പെൻസിൽ കൊണ്ടും ഒക്കെ അങ്ങോട്ട് ഇതാക്കാൻ പോവാണ്. കൊളാവോ ശരിയാവോ എന്നൊന്നും അറിയില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം. ഞാൻ അത്ര വലിയ ചിത്രം വരക്കാരൻ്റെ ഒന്നല്ല. ഇത് കാരണം അതിൻ്റേതായ കമ്മികളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് പിന്നെ കണ്ണ് വരക്കാം. കണ്ണിൻ്റെ ഐബോൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നറൂട്ടോ ക്യാരക്ടർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്കിഷ്ടം പറയണോ? എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടർ നറൂട്ടോ തന്നെയാണ്. വില്ലന്മാരിൽ എനിക്കിഷ്ടം മാദർ തന്നെയാണ്. അതെല്ലാവർക്കും പിന്നെ അങ്ങനെ ആയിരിക്കും. പിന്നെ കക്കാഷിൻ്റെ ഹെഡ് ബാൻഡ് നമുക്ക് വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്കറിയോ, കക്കാഷിൻ്റെ ഫാദർ 3 ലെജൻഡറി സാനീനെ തോപ്പിക്കാൻ അത്രയ്ക്ക് കഴിവുള്ള ഒരാളായിരുന്നു. വെറുതെ അല്ല കക്കാഷി ദ കോപ്പി നിഞ്ച ആയത്, അത്രയ്ക്ക് കഴിവുണ്ട്. പിന്നെ ഒരു റൂമർ കൂടി പറയുന്നുണ്ട്, കക്കാഷിൻ്റെ ഗ്രാൻഡ് ഫാദർ ടോബിറാമയാണെന്ന്. ടോബിറാമൻ്റെ 2 കുട്ടികളിനെ ഹീറോസൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോസൻ അതിനെ ഒന്ന് ജീറായും ഒന്ന് കക്കാഷീൻ്റെ അച്ഛനും കൂടിയായിരുന്നു. അവന് പേര് മാറ്റിയിട്ട് 2 ഇതിലാക്കി എന്ന് പറയപ്പെടുന്നു. അതറിയോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും, അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കക്കാഷിൻ്റെ ഹെഡ് ബാൻഡിൽ നിന്ന് ഇപ്പം തന്നെ നേരെ ഹെയറും കൂടി വരയ്ക്കുകയാണ്. കക്കാഷിൻ്റെ ഹെയർ സ്റ്റൈൽ ഒരു പ്രത്യേകതയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. നറുട്ടോ പറയുന്ന മാതിരി എൻ്റെ ഹെയർ സ്റ്റൈലാണ് വിയേർഡ്. നറുട്ടോൻ്റെ മലയാളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാർട്ടൂൺ ചാനലിൽ കിടന്ന് കാണാം, കണ്ടാൽ സഹിക്കൂല. നമ്മൾ ഫസ്റ്റ് കക്കാഷിൻ്റെ മുടി വരച്ചപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കയറി, ഒന്ന് രസമില്ലാത്ത മുടി. പിന്നെ നമ്മളത് ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ കക്കാഷിന് ഏകദേശം കറക്റ്റ് ആയിക്കണു. അതിൽ ലാസ്റ്റ് ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് കളറിങ്ങിൽ. കളറ് കൊടുക്കുമ്പോൾ മൊത്തം ബോറാവും.
ഇങ്ങനെ നമ്മൾ കക്കാശീൻ്റെ ഡ്രസ്സിലോട്ട് പോവുകയാണ്. മീൻസ് ബോഡി. ഇതിൽ മെയിനായിട്ട് ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണ്. കക്കാശീൻ്റെ മുഖവും ദേഹത്തിൻ്റെ കുറച്ച് ഭാഗം കൂടിയാണ്. അടുത്തതായി ആരിനെ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ പറയും, ഞാനത് വരക്കാം. കക്കാശിൻ്റെ തന്നെ ഒരു 2-3 വീഡിയോ ഉണ്ടാവും ഇത് കൂടിയിട്ട്. ഞാൻ പറഞ്ഞു കക്കാശിനെ ഞാൻ സാറ്റിസ്ഫൈ ആവുന്നവരെ വരക്കും. ഇത് ലാസ്റ്റ് എനിക്ക് ഇത്തിരി സാറ്റിസ്ഫാക്ഷൻ ആവില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും വരക്കും. ഈ പിക്ചറിൻ്റെ ഇത് പറഞ്ഞാൽ കക്കാശിൻ്റെ ചിത്തോരി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരിതാണ്. ഷാറിങ് കണ്ണും ആക്ടിവേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഷാറിങ് കണ്ണ് വരച്ചത് ഇത്തിരി കുറവാണ്. അതിൻ്റെ കണ്ണ് വെട്ടുന്ന സമയത്തൊരു നീളത്തിലുള്ള മുറിയാണ്. ഞാനത് ഇത്തിരി വരൻ്റെ അത് കുറഞ്ഞു പോയി. നമ്മുടെ ഔട്ട്ലൈന് ഇതവിടെ തീരാറായി. എനിക്കറിയാം അത് ഇത്തിരി ലാഗാണെന്ന്. ഞാൻ നിങ്ങൾക്കും കൂടി ഇത് കണ്ടിട്ട് വേണച്ചാൽ വരക്കാം. ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് വേഗം ചെയ്യാം. ഹൗ ടു ഡ്രോ കക്കാശി അതും കൂടി ഉൾപ്പെടും ഇതിൽ. നമ്മൾ ചിത്തോരീൻ്റെ ലൈൻസൊക്കെ വരയ്ക്കുകയാണ്. അതധികം ഞാൻ കാണിക്കുന്നില്ല, കാരണം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നോക്കി വരക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് മെസ്സിയായിട്ട് ലൈറ്റ്നിങ്ങിൻ്റെ ഒരു രൂപത്തിൽ അങ്ങനെയൊക്കെ വരച്ചാൽ മതി. ഇതിൻ്റെ കൂടെ കക്കാശീൻ്റെ നമ്മൾ മറ്റേതില്ലേ ജനീനാകുമ്പോഴൊക്കെ ഒരു യൂണിഫോം കിട്ടൂലേ, ആ യൂണിഫോമിൻ്റെ കോളർ വരയ്ക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കാൻ വേണ്ടി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മായ്ക്കുന്നുണ്ട്. അതിന് വേണ്ടി വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ക്ലേ മാരത്തെ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പെന്നിയും വെച്ചിട്ടൊക്കെ ഡാർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീണ്ടും ഒരു വരയിൽ കൂടെ വരയ്ക്കരുത്. ആ മിസ്റ്റേക്ക് ഞാൻ ഇതിൽ ചില ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒറ്റ വരയിൽ തീർത്ത് നിൽക്കണം. വീണ്ടും വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് പോയിട്ട് ഒരു മെസ്സിമാരിയാവും. മാങ്കയിലൊക്കെ അങ്ങനെ ഒറ്റ വരയിൽ നമ്മൾ വരച്ചെടുക്കുക, അപ്പോൾ മാങ്കയ്ക്കൊന്നും ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ആനിമേ മാങ്കാസൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേ ഏതാണെന്നൊന്ന് പറയൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വല്ലാണ്ട് ഇഷ്ടപ്പെടാനൊന്നുമില്ല, എന്നാലും ഓട്ടിച്ചനച്ചാലും കണ്ടോളൂ. ഓട്ടിച്ചനച്ചാലും ഒന്ന് കാണും, കുഴപ്പമൊന്നുമില്ല. ഓട്ടിച്ചാലും സീനൊന്നുമില്ല, കാരണം അത്രക്ക് വലിയതൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ചിത്തോരീൻ്റെ ലൈറ്റ്നിങ്ങിൻ്റെ ബ്ലൂ കളറാണ് ചെയ്യാൻ പോകുന്നത്. കൊളാവുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ചെയ്യാം. ലൈറ്റ്നിങ് ബ്ലൂ കളർ. ലൈറ്റ്നിങ്ങിൻ്റെ ബ്ലൂ ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇനി നമ്മുടെ ഒരു ഗ്രേ കളർ പെന്നുണ്ട്. ആ പെന്നായിട്ട് ഹെയറിൻ്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഡാർക്ക് പാർട്സ് ഉണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് ഹെയറിൻ്റെ കുറച്ച് ഗ്രേ പാർട്സ് നമുക്ക് കളർ ചെയ്യാം. അത് എന്ന് പറയുന്നതിനും കളർ ചെയ്ത് ചെയ്യും. ഇത്രയും ഭാഗമാണ് നമുക്ക് ഹെയറിൻ്റെ കളർ ചെയ്ത് കഴിയേണ്ടത്. സോ നമുക്കത് വേഗം തന്നെ കളർ ചെയ്തിട്ട് കാണാം.
സോ നിങ്ങൾ കാണുന്ന മാതിരി ഇതാ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫിനിഷിങ് ടച്ച് കുറച്ചും കൂടി ഡാർക്ക് പാർട്സിന് വേണ്ടി ആ ഗ്രേൻ്റെ മുകളിൽ കൂടെ പെൻസിലേറ്റ് ഒന്ന് ഡാർക്ക് ചെയ്യാണ്. പിന്നെ കക്കാശിന് ഹെഡ് ബാൻഡ് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ്. പിന്നെ ഈ കൂടെ ഒരു ബ്ലാക്ക് മാർക്കർ ഉണ്ട്, അതായിട്ടൊന്ന് കളർ ചെയ്ത് നോക്കാം. പിന്നെ കക്കാശിൻ്റെ മാസ്ക്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്കുള്ള ഭാഗത്തൊക്കെ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഗ്ലൗസ് അങ്ങനെയുള്ള ഇതൊക്കെ. മാസ്ക് ഫുള്ളായി കൊടുക്കാത്തതെന്ന് വെച്ചാൽ ബാക്കി പാർട്ടിൽ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യും, പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യും. കക്കാശിൻ്റെ യൂണിഫോംസാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എഡിറ്റിങ്ങിലും വോയിസ് കൊടുക്കുന്നതിലൊക്കെ ഭയങ്കര നൂബാണ്. അത് കാരണം കമ്മികളുണ്ടായി നിങ്ങളൊക്കെ സഹിക്കുക. പോകെ ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഭാഗത്ത് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന കാരണമാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് ഷെയ്ഡിങ് കൊടുക്കാത്തത്. ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതി വരും, എന്നാലും ഒരു ഇഷ്ടപ്പെടുന്ന രീതി കൊടുക്കില്ല. ഇത് നമ്മൾ ബ്ലെൻഡറാണ്. ഇപ്പോൾ പെൻസിൽ ഷെയ്ഡ് 2 ഷെയ്ഡ് ഉണ്ടാവുള്ളൂ. ആ 2 ഷെയ്ഡിനും കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ടാണിത്. കക്കാശിൻ്റെ ഷാരിങ്കണ്ണ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, അത് കാരണം ഞാൻ ബ്രൗൺ കളറായി കൊടുക്കും. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് അത്ര രസമല്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വരച്ച ചിത്രം കണ്ടെന്ന് പറയുക.